ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നാൽ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടിക്ക് നൽകപ്പെടുന്ന ഒരു ജാക്കറ്റാണ്. ഇതാണ് ഈ കഥയുടെ ഹെഡിങ്. ആദ്യം രചയിതാവിനെ പരിചയപ്പെടാം. മാർത്ത സാലിനാസ്, ബോൺ 1949, ഈസ് എ നേറ്റീവ് ഓഫ് കൊലിംഗ, കാലിഫോർണിയ. 1949 ജനിച്ച മാർത്ത സാലിനാസ് കാലിഫോർണിയയിലെ കൊലിംഗ എന്ന സ്ഥലത്ത് താമസിക്കുന്ന എഴുത്തുകാരിയാണ്. ഷീ ഗ്രാജുവേറ്റഡ് ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അറ്റ് ഇർവിൻ. ഇർവിനിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നും അവൾ ക്രിയാത്മകമായ എഴുത്തിൽ ബിരുദം നേടി. The scholarship jacket is one of the several short stories Salinas has published in journals and collections. കഥാസമാഹാരങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും സാലിനാസ് പ്രസിദ്ധീകരിച്ച ഒരുപാട് ചെറുകഥകളിൽ പെട്ട ഒരു ചെറുകഥയാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഇനി കഥയിലേക്ക് പ്രവേശിക്കാം. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. The scholarship jacket had a big gold S on the left front side and your name written in gold letters on the pocket. My oldest sister Rosie had won the jacket a few years back, and I fully expected to also. I was 14 and in the 8th grade. I had been a straight A student since the first grade, and this last year had looked forward very much to owning that jacket. My father was a farm laborer who couldn't earn enough money to feed 8 children. So when I was 6, I was given to my grandparents to raise. The small Texas school that I went to. ഞാൻ പോയിരുന്ന ചെറിയ ടെക്സാസ് സ്കൂൾ had a tradition, അതിനൊരു പാരമ്പര്യമുണ്ടായിരുന്നു. carried out, നടത്തപ്പെടുന്ന, every year, എല്ലാ വർഷവും, during the 8th grade graduation, 8ാം ക്ലാസ്സിലെ ബിരുദധാരണ സമയത്ത്. എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ്, ഭംഗിയുള്ള പച്ചയും സ്വർണ്ണ നിറവും കലർന്ന ഒരു ജാക്കറ്റ്, വാസ് അവാർഡഡ് ടു ദ ക്ലാസ് വാലഡിക്ടോറിയൻ, ക്ലാസ്സിലെ വാലഡിക്ടോറിയന് നൽകപ്പെട്ടിരുന്നു. ആരാണ് ഈ വാലഡിക്ടോറിയൻ? ദ സ്റ്റുഡൻറ്റ് ഹു ഹാഡ് മെയിൻറ്റെയിൻഡ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years, 8 വർഷം ഉന്നത ഗ്രേഡ് നിലനിർത്തിയ വിദ്യാർത്ഥി. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഹാഡ് എ ബിഗ് ഗോൾഡ് എസ് ഓൺ ദ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡ്. മുൻഭാഗത്തെ ഇടത് ഭാഗത്തായി വലിയ സ്വർണ്ണ നിറത്തിലുള്ള എസ് എന്ന അക്ഷരം സ്കോളർഷിപ്പ് ജാക്കറ്റിലുണ്ടായിരുന്നു. ആൻഡ് യുവർ നെയിം റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. പോക്കറ്റിൽ നിങ്ങളുടെ പേര് സ്വർണ്ണ നിറത്തിലുള്ള അക്ഷരങ്ങളാൽ എഴുതപ്പെട്ടിട്ടുമുണ്ടാകും. My oldest sister Rosie had won the jacket a few years back. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത സഹോദരി റോസിക്ക് ആ ജാക്കറ്റ് ലഭിച്ചിരുന്നു. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ് ടു ഓൾസോ. ഞാനും അതുപോലെ പൂർണ്ണമായും ആ ജാക്കറ്റ് പ്രതീക്ഷിച്ചു. ഐ വാസ് 14 ആൻഡ് ഇൻ ദ 8th grade. ഞാൻ 14 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു, 8ാം ക്ലാസ്സിലുമായിരുന്നു. I had been a straight A student since the first grade. 1ാം ക്ലാസ് മുതൽ ഞാൻ എ ഗ്രേഡ് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആൻഡ് ദീസ് ലാസ്റ്റ് ഇയർ ഹാഡ് ലുക്ക്ഡ് ഫോർവേഡ് വെരി മച്ച് ടു ഓണിങ് ദാറ്റ് ജാക്കറ്റ്. ഈ അവസാന വർഷം ആ ജാക്കറ്റ് സ്വന്തമാക്കണമെന്ന് ഞാൻ അതിയായി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. മൈ ഫാദർ വാസ് എ ഫാം ലേബറർ. എൻ്റെ അച്ഛൻ കൃഷിയിടത്തിലെ തൊഴിലാളിയായിരുന്നു. ഹു കുഡിൻ ഏൺ ഇനഫ് മണി ടു ഫീഡ് 8 children. 8 കുട്ടികളെ പോറ്റി വളർത്താൻ വേണ്ടത്ര പൈസ സമ്പാദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. സോ വെൻ ഐ വാസ് 6,
അതുകൊണ്ട് തന്നെ എനിക്ക് 6 വയസ്സുള്ളപ്പോൾ ഐ വാസ് ഗിവൺ, ഞാൻ നൽകപ്പെട്ടു ടു മൈ ഗ്രാൻഡ് പാരൻസ്, എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും ടു റൈസ്, എന്നെ പോറ്റി വളർത്താൻ. വി കുഡിൻ പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് അറ്റ് സ്കൂൾ ബിക്കോസ് ദ വർ രജിസ്ട്രേഷൻ ഫീസ്, യൂണിഫോം കോസ്റ്റ് ആൻഡ് ട്രിപ്സ് ഔട്ട് ഓഫ് ടൗൺ. So even though our family was quite agile and athletic, there would never be a school sports jacket for us. This one, the scholarship jacket, was our only chance. We couldn't participate. ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല ഇൻ സ്പോർട്സ് അറ്റ് സ്കൂൾ, സ്കൂളിലെ സ്പോർട്സിൽ. ബിക്കോസ് കാരണം there were രജിസ്ട്രേഷൻ ഫീസ്, അതിന് രജിസ്ട്രേഷൻ ഫീസുകൾ ഉണ്ടായിരുന്നു. യൂണിഫോം കോസ്റ്റ്, യൂണിഫോം ചിലവുകളുണ്ടായിരുന്നു. ആൻഡ് ട്രിപ്സ് ഔട്ട് ഓഫ് ടൗൺ, ടൗണിൻ്റെ പുറത്തേക്കുള്ള ട്രിപ്പുകളുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈവൺ ദോ അവർ ഫാമിലി വാസ്, ഞങ്ങളുടെ ഫാമിലി ആയിരുന്നെങ്കിലും, ക്വയറ്റ് അജൈൽ, പൂർണ്ണമായും ചുറുചുറുക്കുള്ളതും, ആൻഡ് അത്ലറ്റിക്, വളരെ ബലവത്തായവരും കരുത്തരായവരും, ദ വുഡ് നെവർ ബി എ സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഫോർ അസ്, ഞങ്ങൾക്കൊരു സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല. ദീസ് വൺ, ഈ ഒരു ജാക്കറ്റ്, അതായത് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, വാസ് അവർ ഓൺലി ചാൻസ്, അതായിരുന്നു ഞങ്ങൾക്കുള്ള ഏക അവസരം. ഇൻ മെയ് ക്ലോസ് ടു ഗ്രാജുവേഷൻ, സ്പ്രിംഗ് ഫീവർ ഹാഡ് struck us usual with a vengeance. No one paid any attention in class. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. I despaired every time I looked in the mirror, pencil thin, not a curve anywhere. I was called Bean Pole and String Bean, and I knew that is what I looked like. That really wasn't much for a 14-year-old to work with, I thought, as I absent-mindedly wandered from my history class to the gym, another hour of sweating in basketball and displaying my toothpick legs was coming up. Then I remembered my PE shorts were still in a bag under my desk, where I had forgotten them. I had to walk all the way back and get them. Coach Thompson was a real bear if someone wasn't dressed for PE. She had said I was a good forward and even tried to talk Grandma into letting me join the team once. Of course, Grandma said no. In മെയ് മാസത്തിൽ ക്ലോസ് ടു ഗ്രാജുവേഷൻ, ബിരുദധാരണത്തിന് അടുത്തായിട്ട്, സ്പ്രിംഗ് ഫീവർ ഹാഡ് struck as usual with a vengeance, സാധാരണ പോലെ വലിയ തോതിൽ വസന്തകാല പനി ബാധിച്ചിട്ടുണ്ടായിരുന്നു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്, ഒരാളും ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. ഇൻസ്റ്റഡ്, പകരം വി സ്റ്റയേർഡ് ഔട്ട് ഓഫ് ദ വിൻഡോസ്, ഞങ്ങൾ ജനവാതിലുകൾക്ക് പുറത്തേക്ക് നോക്കി. ആൻഡ് അറ്റ് ഈച്ച് അതർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. വാണ്ടിങ് ടു സ്പീഡ് അപ്പ്, വേഗത്തിലാവാൻ ആഗ്രഹിച്ചുകൊണ്ട്. ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂൾ, സ്കൂളിൻ്റെ അവസാന ആഴ്ചകൾ. ഐ ഡിസ്പയർഡ്, ഞാൻ നിരാശപ്പെട്ടു. എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ, ഞാൻ കണ്ണാടിയിൽ നോക്കിയ എല്ലാ സമയവും. പെൻസിൽ തിൻ, കാരണം ഞാൻ പെൻസിൽ പോലെ മെലിഞ്ഞവളായിരുന്നു. നോട്ട് എ കർവ് എനിവർ, എവിടെയും ഒരു വളവ് പോലും ഉണ്ടായിരുന്നില്ല. ഐ വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ, ഞാൻ ബീൻ പോള് എന്നും സ്ട്രിങ് ബീൻ എന്നും വിളിക്കപ്പെട്ടു. ബീൻ പോള് എന്നാൽ പയറിന് നാട്ടുന്ന വടിയാണ്. സ്ട്രിങ് ബീൻ എന്നാൽ നാര് പോലെ വളരുന്ന പയർ. ആൻഡ് ഐ ന്യൂ, ഞാൻ മനസ്സിലാക്കി. ദാറ്റ് ഈസ് വാട്ട് ഐ ലുക്ക്ഡ് ലൈക്ക്, അങ്ങനെയാണ് ഞാൻ കാണപ്പെട്ടത് എന്ന്. ദാറ്റ് റിയലി വാസിൻ മച്ച് ഫോർ എ 14-year-old ടു വർക്ക് വിത്ത്, അതൊരു 14 വയസ്സുള്ള കുട്ടിക്ക് തല പുകയ്ക്കേണ്ട കാര്യമായിരുന്നില്ല. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു. അസ് ഐ ആബ്സെൻറ്റ് മൈൻഡഡ്ലി വാണ്ടേഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ദ ജിം, ഞാൻ അശ്രദ്ധയായിക്കൊണ്ട് ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്നും ജിം ക്ലാസ്സിലേക്ക് അലഞ്ഞു നടന്നപ്പോൾ. അനദർ അവർ ഓഫ് സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ്ബോൾ ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക്ക് ലെഗ്സ് വാസ് കമ്മിങ് അപ്പ്, എൻ്റെ ടൂത്ത് പിക്ക് പോലത്തെ മെലിഞ്ഞ കാലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട്
ബാസ്ക്കറ്റ് ബോൾ കളിച്ച് ക്ഷീണിക്കുന്ന മറ്റൊരു മണിക്കൂർ വരികയായിരുന്നു. ടൂത്ത് പിക്ക് എന്നാൽ ഭക്ഷണത്തിന് ശേഷം പല്ലിൽ കുത്തുന്ന തടിയില്ലാത്തൊരു കോലുണ്ടല്ലോ, അതാണ് ടൂത്ത് പിക്ക്. ദെൻ ഐ റിമെമ്പേർഡ്, അന്നേരം ഞാൻ ഓർത്തു, മൈ പി ഷോർട്സ്. പി എന്നാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, പി ഷോർട്സ് എന്നാൽ ആ പീരിയഡ്, നമ്മൾ പി ടി പീരിയഡ് എന്നൊക്കെ പറയില്ലേ, ആ പീരിയഡ് ധരിക്കുന്ന വസ്ത്രമാണ്, നിക്കറ് എന്നൊക്കെ പറയും. മൈ പി ഷോർട്സ്, എൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരിയഡ് ധരിക്കുന്ന ഷോർട്സ്, വസ്ത്രം, വേർ സ്റ്റിൽ ഇൻ എ ബാഗ്, അപ്പോഴും ബാഗിലായിരുന്നു, അണ്ടർ മൈ ഡെസ്ക്, എൻ്റെ ഡെസ്കിന് താഴെയുള്ള, വേർ ഐ ഹാഡ് ഫോർഗോട്ടൻ ദം, അവിടെ ഞാൻ അവയെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ടു വാക്ക് ഓൾ ദ വേ ബാക്ക്, എനിക്ക് മുഴുവൻ വഴിയും തിരിച്ച് നടക്കേണ്ടി വന്നു. ആൻഡ് ഗെറ്റ് ദം, എന്നിട്ട് അവയെ എടുക്കേണ്ടി വന്നു. കോച്ച് തോംസൺ വാസ് എ റിയൽ ബെയർ, കാരണം കോച്ച് തോംസൺ ശരിക്കും ഒരു കരടിയായിരുന്നു. ഇഫ് സമ്മൺ വാസ് ഇൻ ഡ്രസ്ഡ് ഫോർ പി ഇ, ആരെങ്കിലും പി ടി പീരിയഡ് ഷോർട്സ് ധരിച്ചിട്ടില്ലെങ്കിൽ. ഷീ ഹാഡ് സെഡ്, അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ വാസ് എ ഗുഡ് ഫോർവേഡ്, ഞാൻ നല്ലൊരു മുൻനിര കളിക്കാരിയാണെന്ന്. ആൻഡ് ഈവൻ ട്രൈ ടു ടോക്ക് ഗ്രാൻഡ്മ, എൻ്റെ മുത്തശ്ശിയോട് സംസാരിക്കാൻ വരെ ശ്രമിച്ചു. ഇൻ ടു ലെറ്റിംഗ് മീ ജോയിൻ ദ ടീം വൺസ്, ഒരിക്കൽ എന്നെ ടീമിൽ ചേരാൻ അനുവദിക്കാൻ വേണ്ടി. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഗ്രാൻഡ്മ സെഡ് നോ, ഗ്രാൻഡ്മ നോ എന്ന് പറഞ്ഞു. ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് അറ്റ് മൈ ക്ലാസ് റൂം ഡോർ വെൻ ഐ ഹേർഡ് വോയിസസ് റൈസ്ഡ് ഇൻ ആങ്കർ. As if in some sort of argument, I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what to do. I needed those shorts and I was going to be late. But I didn't want to interrupt an argument between my teachers. I recognized the voices. Mr. Smith, my history teacher, and Mr. Booney, my math teacher. They seemed to be arguing about me. I couldn't believe it. I still remember the feeling of shock that rooted me flat against the wall, as if I were trying to blend in with the graffiti written there. I was almost back at my classroom door. ഞാൻ ഏറെക്കുറെ എൻ്റെ ക്ലാസ് റൂമിൻ്റെ ഡോറിൻ്റെ അടുത്ത് തിരിച്ചെത്തിയിരുന്നു. When I heard voices raised in anger, as if in some sort of argument. അപ്പോൾ ഏതോ വാദത്തിലെന്ന പോലെ ദേഷ്യത്തിൽ ഉയരുന്ന ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഐ സ്റ്റോപ്പ്ഡ്, ഞാൻ നിർത്തി. ഐ ഡിഡ്ന്റ് മീൻ ടു ഈവ്സ്ഡ്രോപ്പ്, ഞാൻ ഒളിഞ്ഞു കേൾക്കാൻ ഉദ്ദേശിച്ചില്ല. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ്, നോട്ട് നോയിങ് വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനൊന്ന് മടിച്ചു നിന്നു. ഐ നീഡഡ് ദോസ് ഷോർട്സ്, എനിക്ക് ആ ഷോർട്സുകൾ വേണ്ടിയിരുന്നു. ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്, ഞാൻ വൈകാൻ പോവുകയാണ്. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചില്ല, ടു ഇൻ്ററപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ്, ഒരു വാദം തടസ്സപ്പെടുത്താൻ, ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്, എൻ്റെ അധ്യാപകർക്കിടയിലുള്ള. ഐ റെക്കഗ്നൈസ്ഡ് ദ വോയിസസ്, ഞാൻ ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞു. മിസ്റ്റർ സ്മിത്ത്, മൈ ഹിസ്റ്ററി ടീച്ചർ, എൻ്റെ ഹിസ്റ്ററി ടീച്ചറായ മിസ്റ്റർ സ്മിത്തും. ആൻഡ് മിസ്റ്റർ ബൂണി, മൈ മാത്ത് ടീച്ചർ, എൻ്റെ മാത്ത് ടീച്ചറായ മിസ്റ്റർ ബൂണിയുമാണ്. ദ സീംഡ് ടു ബി ആർഗ്യൂയിങ് അബൌട്ട് മീ, അവർ എന്നെക്കുറിച്ച് തർക്കിക്കുന്നത് പോലെ തോന്നി. ഐ കുഡിൻ ബിലീവ് ഇറ്റ്, എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ദ ഫീലിംഗ് ഓഫ് ഷോക്ക്, അമ്പരപ്പിൻ്റെ ആ ഫീലിംഗ്, ദാറ്റ് റൂട്ടഡ് മീ ഫ്ലാറ്റ് എഗെയിൻസ്റ്റ് ദ വോൾ, എന്നെ ചുമരിന് നേരെയായി സ്ഥാപിച്ച. as if I were trying to blend in, ഞാൻ കലരാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു അത്. വിത്ത് ദ ഗ്രഫിറ്റി റിട്ടൺ ദർ, ആ ചുമരിന്മേൽ എഴുതപ്പെട്ട ചുവരെഴുത്തുമായി. ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഹൂ ഹർ ഫാദർ ഈസ്. ഹർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാത്താസ്. ഐ വോണ്ട് ലൈ ഓർ ഫോൾസിഫൈ റെക്കോർഡ്സ്. മാത്ത ഹാസ് എ സ്ട്രൈറ്റ് A+ average, and you know it. That was Mr. Smith's, and he sounded very angry. Mr. Booney's voice sounded calm and quiet. I refuse to do it. ഞാൻ അത് ചെയ്യാൻ വിസമ്മതിക്കുന്നു. I don't care who her father is. അവളുടെ അച്ഛൻ ആരാണ് എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. Her grades don't even begin to compare to Martha's.
അവളുടെ ഗ്രേഡ് മാർത്തയുടെ ഗ്രേഡുമായി തുലനം ചെയ്യാൻ പോലും പറ്റില്ല. ഐ വോണ്ട് ലൈ, ഞാൻ കളവ് പറയില്ല. ഓർ ഫോൾസിഫൈ റെക്കോർഡ്സ്, അതുപോലെ റെക്കോർഡ്സ് തിരുത്തുകയുമില്ല. മാർത്ത ഹാസ് എ സ്ട്രൈറ്റ് A+ ആവറേജ് ആൻഡ് യു നോ ഇറ്റ്. മാർത്തക്ക് ആവറേജ് A+ ഉണ്ട്, അത് നിങ്ങൾക്കറിയാം. ദാറ്റ് വാസ് മിസ്റ്റർ സ്മിത്ത്, അത് മിസ്റ്റർ സ്മിത്ത് ആയിരുന്നു. ആൻഡ് ഹി സൗണ്ടഡ് വെരി ആംഗ്രി, അദ്ദേഹം വളരെ ദേഷ്യത്തോടു കൂടി ശബ്ദിച്ചു. മിസ്റ്റർ ബൂണീസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്, മിസ്റ്റർ ബൂണിയുടെ ശബ്ദം വളരെ ശാന്തമായതായിരുന്നു. ലുക്ക്, ജോൺസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ ആൻഡ് the pounding in my ears drowned out the rest of the words. Only a word here and there filtered through. Martha is Mexican. Resign, won't do it. Mr. Smith came rushing out, and luckily for me went down the opposite way towards the auditorium, so he didn't see me. Look, നോക്ക്, Joan's father is not only on the board. ജോവാൻ്റെ ഫാദർ കമ്മിറ്റിയിൽ ഉണ്ട് എന്ന് മാത്രമല്ല, ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ, ടൗണിലെ ഏക സ്റ്റോറ് അദ്ദേഹത്തിന് ഉടമപ്പെട്ടതാണ്. വി കുഡ് സേ, നമുക്ക് പറയാം, ഇറ്റ് വാസ് എ ക്ലോസ് ടൈ, അത് വളരെ അടുത്ത സമനിലയായിരുന്നു എന്ന് പറയാം. ആൻഡ് അതിന് ശേഷമുള്ളത് എന്താണെന്ന് അവിടെ പറയുന്നില്ല. പിന്നീട് അവർ സംസാരിച്ച കാര്യങ്ങൾ മാർത്ത കൃത്യമായി ഓർക്കുന്നില്ല. ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് ഡ്രൗണ്ട് ഔട്ട്, എൻ്റെ ചെവിയിലെ ധ്വനി മുക്കിക്കളഞ്ഞു. ദ റെസ്റ്റ് ഓഫ് ദ വേർഡ്സ്, ബാക്കിയുള്ള വാക്കുകൾ. ഓൺലി എ വേർഡ് ഹിയർ ആൻഡ് ദർ ഫിൽറ്റേർഡ് ത്രൂ, അവിടെയും ഇവിടെയുമായി ഓരോ വാക്കുകൾ മാത്രമാണ് ഇറങ്ങി വന്നത്. മാർത്ത ഈസ് മെക്സിക്കൻ, റിസൈൻ, വോണ്ട് ഡു ഇറ്റ്. ഇതൊക്കെയാണ് മാർത്ത പിന്നീട് കേട്ട വാക്കുകൾ. അതിൻ്റെ പൂർണ്ണമായ സെൻറ്റൻസുകൾ അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ല, അവൾ കൃത്യമായി കേട്ടിട്ടില്ല. മിസ്റ്റർ സ്മിത്ത് കെയിം റഷിംഗ് ഔട്ട്, മിസ്റ്റർ സ്മിത്ത് പുറത്തേക്ക് വളരെ ധൃതിയിൽ വന്നു. ആൻഡ് ലക്ലി ഫോർ മീ വെൻ ഡൗൺ, ഭാഗ്യത്താൽ താഴേക്ക് പോയി. ദ ഓപ്പോസിറ്റ് വേ ടുവാർഡ്സ് ദ ഓഡിറ്റോറിയം, എതിർവഴിയിൽ ഓഡിറ്റോറിയത്തിന് നേരെ. ഷെയ്ക്കിംഗ് ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ദെൻ വെൻറ്റ് ഇൻ ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ് ആൻഡ് ഫ്ലഡ് ഫ്രം ദ റൂം. Mr. Booney looked up when I came in but didn't say anything. To this day I don't remember if I got in trouble in PE for being late or how I made it through the rest of the afternoon. I went home very sad and cried into my pillow that night so grandmother wouldn't hear me. ഷെയ്ക്കിൻ വിറച്ചുകൊണ്ട് ഐ വെയിറ്റഡ് എ ഫ്യൂ മിനിറ്റ്സ്, ഞാൻ കുറച്ച് മിനിറ്റുകൾ വെയിറ്റ് ചെയ്തു, കാത്തു നിന്നു. ആൻഡ് ദെൻ വെൻറ്റ് ഇറ്റ്, എന്നിട്ടുള്ളിലേക്ക് പോയി. ആൻഡ് ഗ്രാബ്ഡ് മൈ ബാഗ്, എൻ്റെ ബാഗ് പിടിച്ചു വലിച്ചു. ആൻഡ് ഫ്ലഡ് ഫ്രം ദ റൂം, റൂമിൽ നിന്നും ഓടിപ്പോയി. മിസ്റ്റർ ബൂണി ലുക്ക്ഡ് അപ്പ് വെൻ ഐ കെയിം ഇൻ, ഞാൻ അകത്തേക്ക് വന്നപ്പോൾ മിസ്റ്റർ ബൂണി എന്നെ നോക്കി. ബട്ട് ഡിഡിൻ സേ എനിത്തിങ്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ടു ദീസ് ഡേ, ഈ ദിവസം വരെ, ഐ ഡോണ്ട് റിമെമ്പർ, ഞാൻ ഓർക്കുന്നില്ല. ഇഫ് ഐ ഗോട്ട് ഇൻ ട്രബിൾ, ഞാൻ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഇൻ പി ടിയുടെ പീരീഡിൽ. ഫോർ ബീയിങ് ലേറ്റ്, വൈകിയതിന് വേണ്ടി. ഓർ ഹൗ ഐ മെയ്ഡ് ഇറ്റ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദ ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്നൊന്നും. ഐ വെൻ ഹോം, ഞാൻ വീട്ടിലേക്ക് പോയി. വെരി സാഡ്, വളരെ ദുഃഖത്തോടു കൂടി. ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ, ഞാൻ തലയിണയിൽ തലവെച്ച് കരഞ്ഞു. ദാറ്റ് നൈറ്റ്, ആ രാത്രി. സോ ഗ്രാൻഡ് മദർ വുഡിൻ ഹിയർ മീ, അങ്ങനെയാവുമ്പോൾ മുത്തശ്ശി ഞാൻ കരയുന്നത് കേൾക്കുകയുമില്ല. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ് that I had overheard that conversation. The next day when the principal called me into his office, I knew what it would be about. He looked uncomfortable and unhappy. I decided I wasn't going to make it any easier for him. So I looked him straight in the eyes. He looked away and fidgeted with the papers on his desk. It seemed a cruel coincidence. അതൊരു ക്രൂരമായ യാദൃശ്ചികമായി തോന്നിച്ചു. ദാറ്റ് ഐ ഹാഡ് ഓവർഹേഡ് ദാറ്റ് കോൺവേഴ്സേഷൻ, ഞാൻ ആ സംഭാഷണം ഒളിഞ്ഞു കേട്ടത്.
ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, വെൻ ദ പ്രിൻസിപ്പൽ കോൾ മീ ഇൻ ടു ഹിസ് ഓഫീസ്, പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഐ ന്യൂ, ഞാൻ മനസ്സിലാക്കി, വാട്ട് ഇറ്റ് വുഡ് ബി അബൌട്ട്, അത് എന്തിനു വേണ്ടിയായിരിക്കുമെന്ന്. ഹീ ലുക്ക്ഡ് അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി, അദ്ദേഹം സുഖമില്ലാത്തവനും സന്തോഷമില്ലാത്തവനുമായി തോന്നിപ്പിച്ചു. ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു, ഐ വാസ് ഇൻ ഗോയിങ് ടു മേക്ക് ഇറ്റ്, ഞാൻ അതാക്കാൻ പോകുന്നില്ല എന്ന്, എനി ഈസിയർ ഫോർ ഹിം, അദ്ദേഹത്തിന് വളരെ എളുപ്പമുള്ളതാക്കാൻ. സോ ഐ ലുക്ക്ഡ് ഹിം, ഞാൻ അദ്ദേഹത്തെ നോക്കി, സ്ട്രൈറ്റ് ഇൻ ദ ഐസ്, നേരെ കണ്ണുകളിലേക്ക് നോക്കി. ഹീ ലുക്ക്ഡ് അവേ, അദ്ദേഹം ദൂരേക്ക് നോക്കി. ആൻഡ് ഫിജിറ്റഡ്, അദ്ദേഹം അസ്വസ്ഥനായി. വിത്ത് ദ പേപ്പേഴ്സ് ഓൺ ഹിസ് ഡെസ്ക്, അദ്ദേഹത്തിൻ്റെ ഡെസ്കിന്മേലുള്ള പേപ്പറുകളുമായി. മാർത്ത, ഹി സെഡ്, ദർ ഹാസ് ബീൻ എ ചേഞ്ച് in policy this year regarding the scholarship jacket. As you know, it has always been free. He cleared his throat and continued. This year the board has decided to charge $15, which still won't cover the complete cost of the jacket. Martha, he said, അദ്ദേഹം പറഞ്ഞു, മാർത്ത, there has been a change in policy this year regarding the scholarship jacket. സ്കോളർഷിപ്പ് ജാക്കറ്റുമായി ബന്ധപ്പെട്ട നയത്തിൽ ഈ വർഷം ഒരു മാറ്റമുണ്ട്. അസ് യു നോ, നിനക്കറിയാം, ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ഫ്രീ, അത് എല്ലായ്പ്പോഴും ഫ്രീ ആയിരുന്നു. ഹീ ക്ലിയർഡ് ഹീസ് ത്രോട്ട്, അദ്ദേഹം തൻ്റെ തൊണ്ട ശരിയാക്കി. ആൻഡ് കണ്ടിന്യൂഡ്, എന്നിട്ട് തുടർന്നു. ദീസ് ഇയർ, ഈ വർഷം, ദ ബോർഡ് ഹാസ് ഡിസൈഡഡ്, കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്, ടു ചാർജ് $15, $15 ഈടാക്കാൻ. വിച്ച് സ്റ്റിൽ വോണ്ട് കവർ ദ കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് ദ ജാക്കറ്റ്, ജാക്കറ്റിൻ്റെ പൂർണ്ണമായ തുക അത് കവർ ചെയ്യില്ലെങ്കിലും $15 ഈടാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഐ സ്റ്റെയർഡ് അറ്റ് ഹിം ഇൻ ഷോക്ക് ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ എസ്കേപ്ഡ് മൈ ത്രോട്ട്. ഐ ഹാഡിൻ എക്സ്പെക്റ്റഡ് ദീസ്. ഹി സ്റ്റിൽ അവോയ്ഡഡ് ലുക്കിംഗ് ഇൻ മൈ ഐസ്. ഐ സ്റ്റെയർഡ് അറ്റ് ഹിം, ഞാൻ അദ്ദേഹത്തിലേക്ക് തുറിച്ചു നോക്കി. ഇൻ ഷോക്ക്, അമ്പരന്നുകൊണ്ട്. ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ, ഭയത്തിൻ്റെ ഒരു ചെറിയ ശബ്ദം, എസ്കേപ്ഡ് മൈ ത്രോട്ട്, എൻ്റെ തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഐ ഹാഡിൻ എക്സ്പെക്റ്റഡ് ദീസ്, ഞാനിത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി സ്റ്റിൽ അവോയ്ഡഡ്, അദ്ദേഹം അപ്പോഴും ഒഴിവാക്കി. ലുക്കിംഗ് ഇൻ മൈ ഐസ്, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കൽ. സോ ഇഫ് യു ആർ അനേബിൾ ടു പേ ദ $15 ഫോർ ദ ജാക്കറ്റ്, ഇറ്റ് വിൽ ബി ഗിവൺ ടു ദ നെക്സ്റ്റ് വൺ ഇൻ ലൈൻ. ഐ ഡിഡ്ന്റ് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ്. സോ ഇഫ് യു ആർ അനേബിൾ ടു പേ, നീ പേ ചെയ്യാൻ സാധിക്കാത്തവളാണെങ്കിൽ, ദ $15 ഫോർ ദ ജാക്കറ്റ്, ജാക്കറ്റിന് വേണ്ട $15, ഇറ്റ് വിൽ ബി ഗിവൺ, അത് നൽകപ്പെടും, ടു ദ നെക്സ്റ്റ് വൺ ഇൻ ലൈൻ, ലിസ്റ്റിലുള്ള അടുത്ത ആൾക്ക്. ഐ ഡിഡ്ന്റ് നീഡ് ടു ആസ്ക് ഹൂ ദാറ്റ് വാസ്, അത് ആരാണെന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. Standing with all the dignity I could muster, I said, I will speak to my grandfather about it, sir, and let you know tomorrow. I cried on the walk home from the bus stop. The dirt road was a quarter mile from the highway, so by the time I got home, my eyes were red and puffy. Standing with all the dignity I could muster, I said, എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്ര മാന്യതയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഐ വിൽ സ്പീക്ക് ടു മൈ ഗ്രാൻഡ് ഫാദർ അബൌട്ട് ഇറ്റ്, സർ. സർ, അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ മുത്തച്ഛനോട് സംസാരിക്കും. ആൻഡ് ലെറ്റ് യു നോ ടുമോറോ, നിങ്ങളെ ഞാൻ നാളെ അറിയിക്കാം. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം ഫ്രം ദ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിൽ നിന്നും വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ കരഞ്ഞു. ദ ഡേർട്ട് റോഡ് വാസ് എ ക്വാർട്ടർ മൈൽ ഫ്രം ദ ഹൈവേ, ഹൈവേയിൽ നിന്നും ഒരു 1/4 മൈൽ ദൂരമുണ്ടായിരുന്നു ആ ചെളി പിടിച്ച റോഡ്. സോ അതുകൊണ്ട് ബൈ ദ ടൈം ഐ ഗോട്ട് ഹോം മൈ ഐസ് വർ റെഡ് ആൻഡ് പഫി, ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കണ്ണുകൾ ചുവന്നതും വീർത്തതുമായിരുന്നു.